പുതുപ്പടി ബെത്ലഹേം അഭയ ഭവന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ പ്രയത്നമാണ് അഭയ ഭവന്റെ വിജയം. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ചധികം ആളുകൾ അഭയഭവനിൽ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. എല്ലാം അങ്ങയുടെ മഹത്വമായിട്ട് മാറുവാൻ വേണ്ടി നിങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിച്ചാരാധിക്കുന്നു. പരിശുദ്ധാമ്മേ മാതാവേ, ഇന്നോളം ഈ ആശ്രമത്തിന് വേണ്ടി അങ്ങ് കൂട്ടായി നിന്ന അമ്മേ, അഭിഭാഷിയായി നിന്ന അമ്മേ, അമ്മയെ നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു. ഈ ആശ്രമത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങ് ഇവർക്ക് വേണ്ടി വാദിച്ച അമ്മ ഈശോയുടെ മുമ്പില് അമ്മയെ നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു. 18 വർഷത്തോളമായി അഭയഭവനിലെ അന്തേവാസികളുടെ മുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതുമെല്ലാം ഈ സന്നദ്ധ പ്രവർത്തകരാണ്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് രോഹിച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഇവരുടെ കൂട്ടായ്മ, 10 പേരടങ്ങുന്ന ഇവരുടെ ഒരു ടീം ഈ അഭയഭവനിലെത്തി ഇവിടുത്തെ അന്തേവാസികളെ ശുശ്രൂഷിക്കുന്നത്. അതിന് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അത് തികച്ചും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. കാരണം 1-2 വർഷമല്ല, 18 വർഷമായി ഇവർ ഈ ഒരു പ്രവർത്തനം തുടർന്നു വരുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അഭയഭവനിലെ അന്തേവാസികളുടെ തലമുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് രോഹിച്ചേട്ടനാണ്. ഇപ്പോൾ എത്ര വർഷത്തോളമായി? ഏകദേശം ഞങ്ങളൊരു 10-18 വർഷത്തോളമായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ആശ്രമം പഴയ അവസ്ഥയിൽ ഇപ്പോൾ നോക്കുമ്പോൾ അതിനെക്കാട്ടി എത്രയോ ഇരട്ടിയത് മുന്നോട്ട് വളർന്നു. കർത്താവ് വളർത്തിയതിന്. അപ്പോൾ അന്ന കാലം തൊട്ട് ഞങ്ങൾ ഒരു ശുശ്രൂഷയിലുണ്ട് ഇവിടെ ഏരിയച്ചിയുടെ കൂടെ. ഈ 10 പേരെന്ന് പറയുന്നത് അത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, പലരും പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പല മേഖലയിൽ പോകുന്നവർ, ചെറുപ്പക്കാരുണ്ട്, പച്ചക്കറി മാർക്കറ്റിൽ നിന്നുള്ളൊരു കുറച്ച് പേരുണ്ട് അധികം. ഞങ്ങൾ ഒരു കൂട്ടായ്മയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. ഒരു ലാഭേച്ഛ ഇല്ലാതെ, ഒരു പ്രതിഫലം മേടിക്കാതെ വർഷങ്ങളായി മക്കളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഈ ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്താലും കിട്ടില്ല. ഇതെങ്ങനെ ഇവിടെ വരുന്നത്? മാസത്തിലാണോ? ഞങ്ങളുടെ മാസം, ഒരു മാസം കഴിഞ്ഞൊരു മാസം, ചിലപ്പോൾ 1.5 മാസമൊക്കെ ആവും. കണ്ട ആൾക്കാരെ ഒറ്റടിക്കുന്നു എല്ലാവരും ഷേവ് ചെയ്ത് മുടി വെട്ടി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടെ. ഇതിലിപ്പം പോലീസുകാരനുണ്ട്, അതുപോലെ തന്നെ ഒരാള് ഞാൻ കണ്ടു വന്നു കഴിഞ്ഞപ്പം വിരലില്ലാത്ത ആളാണ് ഇവിടെ മുടി വെട്ടുന്നത്. അപ്പം അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മുടെ പരിമിതികൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ് ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നതെന്നല്ലേ? ഈ സാധാരണ രൂപത്തിൽ ഇത് മാനുഷിക തലത്തിൽ ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയല്ല. അത് ഒരു മാനുഷിക തലത്തിൽ ശുശ്രൂഷ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ലാഭേച്ഛയിലാണ് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയത്. മത്തായി 25:31 വചനം. എന്നിൽ ഏറ്റവും ചെറുതിനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തേ.
അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു രൂപത്തിൽ പ്രതിഫലം മേടിക്കാറില്ല. ഞങ്ങളുടെ പ്രതിഫലമൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിലാണെന്നുള്ള ബോധ്യമുള്ള കാരണമാണ് ഈ ശുശ്രൂഷ ചെയ്യണേ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഇപ്പം എന്നു വെച്ചാൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞത് നിൽക്കണില്ല, നമുക്കിത് വാർത്തയിൽ വരാനോ പോട്ടത്തിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. 17 വർഷമായിട്ട് നമ്മൾ പോട്ടത്തിൽ വന്നിട്ടില്ല. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവർ നല്ലോണം ശുശ്രൂഷി ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കും ഇവർക്ക്. ആ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ എന്നെ ഇവിടം വരെ എത്തിച്ചത്. നീ എത്തിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. നിങ്ങളെല്ലാവരും തൃശ്ശൂർക്കാരാണ്? ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് വരും, ഒരുമിച്ച് 2 കാറിൽ വരും, ഒരുമിച്ച് ഞങ്ങൾ പോകും. പല വിധത്തിലുള്ള കഴിവുകളുള്ളവർ ഇവിടെയുണ്ട്. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും ഒട്ടനവധി പേരുണ്ട്. ആ വിശേഷങ്ങൾ കാണാം ഇനി അടുത്ത എപ്പിസോഡിൽ.